ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ തമ്മിൽ കണ്ടാണല്ലോ, ഈസം ബേബി പൗഡറിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈസം എനിക്ക് വലിയ പരിചിതം അല്ലാത്തൊരു ബേബി ഫുഡായിരുന്നു. കുറച്ച് പേർക്കില്ല ഇതിനെപ്പറ്റി അറിയായിരിക്കും. എന്നാലും എനിക്കൊരു വിസിബിൾ റിസൾട്ട് തന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ അടുത്ത കാലത്ത് ബേബിയുടെ വാക്സിനേഷന് വേണ്ടി പോയതാണ്. അപ്പോൾ എൻ്റെ മോന് 80 മന്ത്സാണ്. ഒരു 80 മന്ത്സുള്ള ബേബിക്ക് മിനിമം ഒരു 11 to 12 kg എങ്കിലും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം വെയിറ്റ് കുറവായതുകൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തൊരു ബേബി ഫുഡാണ് ഈസം. ഒരു മിൽക്ക് ഫ്രീ പ്രൊഡക്റ്റാണ്. അപ്പം പാലിനോട് അലർജിയുള്ള കുഞ്ഞുങ്ങൾക്കും ഒരു പേടിയില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈസം 6 മന്ത് തൊട്ട് മുകളിലോട്ടുള്ള ഒരു 2 years വരെയുള്ള ബേബീസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബേബി ഫുഡാണ് ഈസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ റൈസും മൂങ് ദാലുമാണ്. ചെറുപയർ അറിയാമല്ലോ, കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിറാക്കിൾ ഫുഡ് ഐറ്റമാണ് ചെറുപയർ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ ചെറുപയറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്യാം. ഡയറക്റ്റ് കുറുക്കായിട്ട് കൊടുക്കാം. 6 മന്ത്സ് ഉള്ള ബേബിക്ക് ഡയറക്റ്റ് കുറുക്കായിട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശമാവിൻ്റെ മിക്സിൽ നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാം, പാലിൽ കൊടുക്കാം. പിന്നെ കുറുക്കുണ്ടാക്കുമ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഞാൻ രാവിലെ അവന് ദോശയുടെ മാവിൽ ആഡ് ചെയ്ത് ദോശ ചുട്ട് കൊടുക്കാറുണ്ട്. ഈവനിങ് ഞാൻ നോർമലി റാഗിയോ അങ്ങനെ എന്തെങ്കിലും കുറുക്ക് ഐറ്റംസാണ് കൊടുക്കാറ് ഇപ്പോൾ. അപ്പോൾ ഞാൻ കുറുക്കുണ്ടാക്കുമ്പോൾ ഇതിലൊരു 2 ടീസ്പൂൺ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഹെൽത്ത് മിക്സാണ്. ഹെൽത്ത് മിക്സ് 2-3 ടേബിൾ സ്പൂൺ ഹെൽത്ത് മിക്സിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഈസം ബേബി പൗഡറോടെ ആഡ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഹോം മെയ്ഡാണ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നട്ട്സിൻ്റെ മിക്സാണ്. വാൾനട്ട് പ്ലസ് ആൽമണ്ട് പ്ലസ് കാഷ്യൂ ആണ്. അപ്പോൾ ഞാൻ അതും കൂടി ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മധുരം മാൻഡേറ്ററി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കരിപ്പൊട്ടിയോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടോ ഒക്കെ ആഡ് ചെയ്യാം. മാൻഡേറ്ററി അല്ല. ഞാൻ നോർമലി പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ കരിപ്പൊട്ടിയോ ഒക്കെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് കുറുക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് ജസ്റ്റ് ചെറു തീയിൽ കുറുക്കിയെടുക്കുമ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻസിയിൽ കുറുക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഒത്തിരി അങ്ങ് തിക്കാക്കാറില്ല. വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നോർമലി കുറുക്കിയെടുക്കാറ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഒരു വിസിബിൾ ചേഞ്ച് ഒന്നും അല്ലെങ്കിലും നല്ല റിസൾട്ട് തരുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പം എല്ലാവർക്കും താങ്ക്സ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.